എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെസൽ യാത്ര കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊച്ചിയിൽ നടത്തി. ആ യാത്രയുടെ ചില ദൃശ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ യാത്ര ചെയ്ത വെസലിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. മിനാർ എന്നാണ് ഈ ഒരു വെസലിൻ്റെ പേര്. നേരത്തെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ കൃത്യസമയം തന്നെ അവരെത്താൻ പറഞ്ഞിരുന്നു. 5 മണിക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. 4:30 തന്നെ ഞങ്ങൾ എത്തി. അങ്ങനെ യാത്രകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വെസലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലാണ് ആദ്യം കയറിയത്. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ കായലിൻ്റെ മനോഹരതയെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം യാത്ര പുറപ്പെടുന്ന സമയമായപ്പോൾ എല്ലാവരോടും താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും മുകളിലത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. സൺസെറ്റും കൂടെ കാണാമെന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂടി നിൽക്കുന്ന കാലാവസ്ഥയിൽ നമുക്ക് സൺസെറ്റ് കാണാനുള്ള ഭാഗ്യം ഇല്ലയെന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായി. മറ്റു വെസലുകളും നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം. ഈ വെസൽ പുറപ്പെടുന്നത് നമ്മുടെ എറണാകുളം മെറൈൻ ഡ്രൈവിൽ നിന്നാണ്. മെറൈൻ ഡ്രൈവിൽ പല വെസലുകളും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ പല സ്ഥലത്തുനിന്നും വന്നിട്ട് അവസാന നിമിഷം കയറാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ കഴിഞ്ഞു. യാത്ര ആരംഭിച്ച് അധികം വൈകാതെ തന്നെ നമ്മുടെ വെസലിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇരു കരകളിലെയും എന്തെല്ലാം ഉണ്ടോ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് വളരെ വിശുദ്ധമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. യാത്രയ്ക്കിടയിൽ ഇരുവശങ്ങളിലും കാണുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ വെസലിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വന്നു. വളരെ കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അതുപോലെ മണ്ണുമാന്തി കപ്പലുകളുടെ പ്രവർത്തനം, പിന്നെ നേവൽ ബേസ്, അതുപോലെ കസ്റ്റംസ്, കോസ്റ്റ് ഗാർഡിൻ്റെ ചെറിയ ബോട്ട്, അങ്ങനെ ഈ വെസൽ യാത്ര ചെയ്യുന്ന ഇരുവശങ്ങളിലും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹം വിവരിച്ചു. ഒരു കൂട്ടമായിട്ടൊരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ യാത്രയും കാര്യങ്ങളൊക്കെ അത്രയും സേഫാണ്. നമ്മൾ കടലിൽ ഓർക്കുന്നുണ്ട് അത്രയും സേഫാണ് ഇവരുടെ ടൂറിസം പ്രൊജക്റ്റുകളിലേക്ക്. അതേപോലെ തന്നെ അവരുടെ ട്രേഡിങ്ങുകൾ ബോട്ട് നമുക്ക് നമ്മുടെ ബിനാലെ നടന്നിരുന്ന ആസ്പിൻ വാളാണ് ഈ കാണുന്ന വെള്ള കെട്ടിടം. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ, വളരെ ഭംഗിയുള്ള ഒരു വാട്ടർ മെട്രോ സ്റ്റേഷനും അതുപോലെ തന്നെ ഭംഗിയുള്ള ബോട്ടാണ്. ഇങ്ങനെ നിരവധി കപ്പലുകൾ അടുത്ത് കാണാൻ സാധിച്ചു ഈ യാത്രയിൽ. ഒരു 4-5 മണിക്കൂർ നേരത്തെ ചെറിയ യാത്രയാണെങ്കിലും വളരെ നല്ല അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ കുട്ടികൾക്കൊരു കടൽ യാത്ര. ഫോർട്ട് കൊച്ചി ബീച്ചാണ് ഈ കാണുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇദ്ദേഹമാണ് നമുക്ക് വിവരങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. പറയാൻ വിട്ടുപോയി, ഈ വെസൽ പുറപ്പെട്ട് അധികം താമസിയാതെ തന്നെ നമുക്ക്
എല്ലാവർക്കും സ്നാക്സ് അവർ പ്രൊവൈഡ് ചെയ്തു. നമ്മുടെ യാത്ര അടിപൊളിയാക്കാനായിട്ട് പാട്ടൊക്കെ ആയിട്ട് ഇതേ നമ്മുടെ കലാഭവന്റെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം പിന്നെ കയ്യടി ഉണ്ടാവും. ഓക്കെ, ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴുന്ന സുമം പൂവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു മുഖമാകിയ മനസ്സിൻ ഗാനമായി നീയുണർന്നു. മുഖമാകിയ മനസ്സിൻ ഗാനമായി നീയുണർന്നു. ഹൃദയമൃദുല തന്ത്രിയെ ദേവാനി നദിയിൽ ജലധര നീല മുഴങ്ങി. മലരുകളിൽ മത്സരം വീണുമയങ്ങി. നദിയിൽ ജലധര നീല മുഴങ്ങി. നീറുമൻ പാടകിൽ നീ ആശകൾ തേരൊഴുക്കി. നീറുമൻ പാടകിൽ നീ ആശകൾ തേരൊഴുക്കി. ഇത് വെസലിനകത്ത് ഒരു AC കമ്പാർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് AC ആണ്. ആദ്യം കണ്ട സിറ്റിംഗ് ഏരിയയുടെ തൊട്ട് മുൻപിലായിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്തെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാം. വെസലിൻ്റെ മുൻവശത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഞങ്ങളും പോയി. ഫോൺ സൂക്ഷിച്ചു പിടിക്കാനായിട്ട് ഭാര്യ പറയുന്നുണ്ട്. ഇത്രയും പേർക്ക് തന്നെ ഇരിക്കാൻ കഴിയുന്ന ഒരു AC ഡെക്ക് തന്നെയാണ് തൊട്ട് താഴത്തെ ഡെക്കിലുണ്ടായിരുന്നത്. അവിടുത്തെ ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കിടയിൽ നല്ല മനോഹരമായ ഗാനങ്ങൾ, അതുപോലെ മറ്റു പ്രോഗ്രാമായ മെൻ്റലിസം, ഡാൻസ് ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഡിന്നറിൻ്റെ സമയമായി. അപ്പോൾ എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച് നേരെ അതിനുശേഷം താഴെ DJ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു. പുറത്ത് മറ്റു കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ ഇറങ്ങിയതാണ്. അങ്ങകലെ നമ്മൾ വന്ന ഭാഗത്തൊക്കെ ലൈറ്റുകളുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണെന്ന് വ്യക്തമാകുന്നില്ലെങ്കിൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറേ ചേച്ചിമാരൊക്കെ തലയ്ക്ക് കൈവച്ച് ഉറങ്ങണ പോലെയൊക്കെ ഉണ്ട്. ഉറങ്ങല്ല, അവരിങ്ങനെ. ഈ കടൽ യാത്ര എല്ലാവർക്കും തന്നെ പറ്റണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടാണ് അവർ കുറച്ച് പേരൊക്കെ തലയ്ക്ക് കൈയൊക്കെ വെച്ചിരിക്കുന്നത്.
അങ്ങനെ 4 മണിക്കൂറിൻ്റെ വെസലിലെ യാത്രയെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ച് എത്തി. അപ്പോൾ വെസലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു കപ്പ് ഓഫ് ഐസ്ക്രീമും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ്. അങ്ങനെ വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഈ യാത്ര ഒരുക്കി തന്ന മിനാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അവരുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും താഴെ നൽകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.